ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ന്യൂ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക സ്വാഗതം. ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുക. എൻ്റെ ആശയങ്ങളൊക്കെ കൂടുതൽ പേര് അറിയട്ടെ. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ചിന്തിക്കുന്ന ഒരു വിഷയം ജീവിതത്തെക്കുറിച്ചാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ജീവിതത്തെക്കുറിച്ച് ഓരോ കാഴ്ചപ്പാടുകളുണ്ട് അല്ലേ? പലരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കും. ബഹുജനം പലവിധം എന്നാണല്ലോ. അപ്പോൾ പലരും ജീവിതത്തെക്കുറിച്ച് പല രീതിയിലാണ് ചിന്തിക്കുന്നതും വിലയിരുത്തുന്നതും. സാഹിത്യകൃതികളൊക്കെ വായിക്കുമ്പോൾ ചിലർ ജീവിതത്തെ ഒരു യാത്രയോട് ഉപമിക്കാറുണ്ട്. ജീവിതയാത്ര, ജീവിത സാഗരം എന്നൊക്കെ. ജീവിതം ഒരു യാത്രയാകുമ്പോൾ പാതയിലൂടെ സഞ്ചരിക്കാം. ആകാശമാർഗം, കരമാർഗം, കടൽ മാർഗം ഒക്കെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും അല്ലേ? ആകാശമാർഗം സഞ്ചരിക്കുമ്പോൾ അതിവേഗം ബഹുദൂരം എത്തും. ഇപ്പോൾ കരമാർഗവും അങ്ങനെ തന്നെ ആയിട്ടുണ്ട്. അതിവേഗത്തിൽ യാത്ര ചെയ്ത് വളരെ ദൂരത്തിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുവാനുള്ള സംവിധാനങ്ങളൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ച് ഒരുക്കിയിട്ടുണ്ട് അല്ലേ? ജലഗതാഗതമായാലും അങ്ങനെ തന്നെയാണ്. ഇനി ജീവിതത്തെ ഒരു സാഗരമായി സങ്കല്പിച്ചാൽ സാഗരത്തിൻ്റെ അന്തർഭാഗം, ഉൾഭാഗം നമുക്ക് അപരിചിതമാണ്. അതിനെക്കുറിച്ച് നമുക്ക് വലിയ അറിവൊന്നുമില്ല, ഗ്രാഹ്യമൊന്നുമില്ല. വായിച്ചും പറഞ്ഞും ഒക്കെ കേട്ട അറിവുകളുണ്ട് അല്ലേ? സാഗരത്തിൻ്റെ മറുകര കാണാൻ പറ്റില്ല. സാഗരത്തിൻ്റെ ഉള്ളിൽ അഗാധമായ ഗർത്തങ്ങളുണ്ട്, ചുഴികളുണ്ട്. ഒപ്പം തന്നെ ധാരാളം പവിഴപ്പുറ്റുകളും അതുപോലെയുള്ള മത്സ്യസമ്പത്തുകളും വില കൂടിയ വസ്തുക്കളൊക്കെ ഉണ്ട് താനും. അപ്പോൾ ജീവിതം ഒരു സാഗരമാണെങ്കിൽ ജീവിതം അഗാധമാണ്, നമുക്ക് പിടിതരാത്ത ഒന്നാണ്. അതിൻ്റെ ആഴങ്ങളെക്കുറിച്ച് നമ്മൾക്ക് അവ്യക്തതയാണ്. എത്ര ചിന്തിച്ചാലും ശരിയായ ധാരണ നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. എന്തായാലും ജീവിതത്തിൽ മനുഷ്യൻ നെട്ടോട്ടമോടി നേടുന്നതെല്ലാം ഒരു നിമിഷാർദ്ധത്തിൽ ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടവരാണ് നാം എല്ലാവരും എന്നത് ഒരു പരമസത്യമാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അറിയില്ലെന്ന് നടിച്ചുകൊണ്ട് നാം ഓരോ നിമിഷവും എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാനുള്ള വ്യഗ്രതയിൽ നെട്ടോട്ടം ഓടുകയാണ് ഈ ഞാൻ ഉൾപ്പെടെ. ശ്വാസം നിലച്ചാൽ പിന്നെ ഒന്നുമില്ല അല്ലേ? നമ്മൾ വെറും ബോഡി മാത്രമാണ്. മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മനുഷ്യന് സംസാരിക്കാനുള്ള കഴിവും പുഞ്ചിരിക്കാനുള്ള കഴിവും വിവേകവും ബുദ്ധിയായി ദൈവം കൊടുത്തു. മൃഗത്തിന് അത് കൊടുത്തില്ല. മനുഷ്യൻ എന്താണ്? ശ്വാസം പോയാൽ പിന്നെ ബോഡി മാത്രം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പരമസത്യമാണ് അല്ലേ? ജനിച്ചാൽ ഒരിക്കൽ നാം മരിക്കും. പക്ഷേ ഇതറിയാമെങ്കിലും അറിയില്ല എന്ന മട്ടിൽ നാം ഓരോ നിമിഷവും നമ്മുടെ ശരീരത്തെ തീറ്റിപ്പോറ്റുവാൻ വേണ്ടി പടയോട്ടം നടത്തുകയാണ് ഓരോ മനുഷ്യനും. എന്തിനൊക്കെയോ വേണ്ടി വ്യഗ്രതപ്പെട്ട് ഓടുന്നു. ഈ ഓട്ടത്തിൽ വെട്ടിപ്പിടിച്ചതിൽ എന്തെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ? ഒരു നിമിഷം ആലോചിച്ച് നോക്കിക്കേ. സിസ്റ്റർ മേരി ബെനീൻചയുടെ ഒരു കവിതയുണ്ട്. മരിച്ചിടും ജനിച്ചമർത്യരൊക്കെയും വിതർക്കമിങ്ങൊരുത്തരും പറഞ്ഞിടാത്ത സത്യമാണതെങ്കിലും എന്നാണ് കവിത തുടങ്ങുന്നത്. ജനിച്ചമർത്യരൊക്കെയും ഒരു നാൾ മരിക്കും. ഇത് ആർക്കും തർക്കമില്ലാത്ത ഒരു കാര്യമാണ് എന്ന് പറയുന്ന ആ കവിതയിൽ നമ്മൾ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്നും ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു പുണ്യങ്ങൾ, നന്മകൾ മാത്രമേ നമുക്ക് കൂടെ കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുമാണ് കവയിത്രി പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് നാം ഓരോ നിമിഷവും ചിന്തിക്കണം. പേടിക്കാനല്ല, പേടിപ്പെടുത്തുകയുമല്ല. പക്ഷേ ആ ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് നന്മ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ചിന്ത രൂപപ്പെടുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വെള്ളത്തിലെ കുമിള പോലെ ഒരു ചെറു ചലനം കൊണ്ട് ഉടഞ്ഞു പോകാവുന്നതാണ് മനുഷ്യ ജീവിതം. അതുപോലെ തന്നെ എന്തൊക്കെയാ ഈ മനുഷ്യ ശരീരം? എന്തൊക്കെ കൊണ്ടാണ് നിർമ്മിതം? പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിതമാണ്. മണ്ണ്, ജലം, അഗ്നി, വായു, ആകാശം എന്നിവയാണ് നമ്മുടെ ദേഹം. നാം മരിച്ചു കഴിഞ്ഞാൽ ഈ ദേഹം വീണ്ടും പഞ്ചഭൂതങ്ങളായി തന്നെ പിരിഞ്ഞ് ലയിച്ചു ചേരും. മണ്ണിൽ ലയിച്ചു ചേർന്ന് പഞ്ചഭൂതങ്ങളായി തന്നെ പോകും എന്നാണ് പറയപ്പെടുന്നത്.
ആത്മാവ് മാത്രമാണ് ബാക്കിയാവുക. അത് മോക്ഷം നേടണമെങ്കിൽ, ആത്മാവ് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നാം പറ്റുന്ന കൊച്ചു കൊച്ചു നന്മകളൊക്കെ ചെയ്ത് ജീവിച്ച് ഈ ലോക ജീവിതം ധന്യമാക്കി തീർക്കണം. എന്താണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്? പുഞ്ചിരിക്കാനുള്ള കഴിവ്, ആലോചിച്ച് പ്രവർത്തിക്കാനുള്ള ബുദ്ധി, സംസാരിക്കാനുള്ള കഴിവ്, ഇവയൊക്കെയല്ലേ? അപ്പോൾ ഇതിൽ ആലോചിച്ച് പ്രവർത്തിക്കാനുള്ള ബുദ്ധി മാത്രം നാം വേണ്ട വിധം പ്രയോഗിക്കുന്നില്ല. മനനം ചെയ്യുന്നവനാണ് മനുജൻ. എന്നാൽ നാം ഇപ്പോൾ മനനം ചെയ്യുകയല്ല ചെയ്യുന്നത്, ഖനനം ചെയ്യുകയാണ്. എവിടെ എന്തൊക്കെ എനിക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, എനിക്ക് എന്തൊക്കെ കൂടുതലായി വെട്ടിപ്പിടിക്കാൻ പറ്റും, സമ്പാദിക്കാൻ പറ്റും, അങ്ങനെ ഖനനം ചെയ്ത് മനനം ചെയ്യുന്നതോടൊപ്പം ഖനനവും ചെയ്ത് എല്ലാം എനിക്ക് എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നെട്ടോട്ടമോടുന്ന മനുഷ്യരെയാണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുക. അവിടെ മാന്യത വേണമെങ്കിൽ സമ്പത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ വെച്ചാണ് പലപ്പോഴും നമ്മളെ പലരും വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ പലരെയും വിലയിരുത്തുന്നത്. ഈ വെട്ടിപ്പിടിച്ച സമ്പത്തൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ? എന്തെങ്കിലും കൊണ്ടുപോകാൻ സാധിക്കുമോ? നിശ്ചലമായി കിടക്കുന്ന നമുക്ക് ആ അവസ്ഥയിൽ ആരെങ്കിലും തന്നാലേ ഒരു വസ്ത്രം പോലും പുതച്ചുകൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ അല്ലേ? പക്ഷേ ഞാൻ ഉൾപ്പെടുന്ന ഈ സമൂഹം ഇതൊന്നും ചിന്തിക്കുന്നില്ല. വെറുതെ നെട്ടോട്ടം ഓടുകയാണ് എന്നുള്ളതാണ് വാസ്തവം. ഈ നെട്ടോട്ടത്തിനിടയിൽ കിട്ടുന്നിടത്തു നിന്ന് കിട്ടുന്ന ആഹാര സാധനങ്ങളെല്ലാം വാരി വലിച്ചു തിന്ന്, കിട്ടുന്ന പാനീയങ്ങളെല്ലാം കുടിച്ച്, അതിൻ്റെ കൂടെ കുറച്ച് ഡ്രിങ്ക്സും കൂടി കഴിച്ച്, അങ്ങനെ ആകെപ്പാടെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കിട്ടിയ ആയുസ് നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തി എത്രയും പെട്ടെന്ന് മരണത്തെ വിളിച്ചു വരുത്തുന്ന കാഴ്ചയും നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്, അല്ലേ? അത് വളരെ വേദനാജനകമാണ്. ജനിച്ചാൽ മരിക്കുമെന്നുള്ളത് ഒരു നിത്യസത്യമാണെങ്കിലും നമ്മൾ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ഒരു അവബോധമൊക്കെ നമുക്ക് വേണം. നമ്മൾ കുറച്ച് കെയർ കൊടുക്കണം. ചിലപ്പോഴൊക്കെ ജീവിതം ഒരു അഗ്നിപർവ്വതത്തിന് തുല്യമാണ്. ഉള്ളിലിങ്ങനെ പലരുടെയും ഉള്ളിൽ പലപ്പോഴും തിളച്ചു മറിയുന്ന ലാവയുണ്ടാവും. ഇത് ആരും അറിയുന്നുണ്ടാവില്ല. സർക്കസിലെ കോമാളിയെ പോലെ പുറമേ ചിരിച്ചും രസിച്ചും ഒക്കെ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മറ്റൊരു മുഖം എടുത്തണിയും, മുഖാവരണമണിയും. എന്നാൽ ഉള്ള കലങ്ങി മറിഞ്ഞ് ഒഴുകുന്ന ഒരു പുഴ പോലെയോ അല്ലെങ്കിൽ ഉള്ളിൽ തിളച്ചു മറിഞ്ഞ ലാവയോട് കൂടിയ ഒരു അഗ്നിപർവ്വതം പോലെയോ ഒക്കെ ആയിത്തീരും. അപ്പോൾ കലങ്ങി മറിഞ്ഞൊഴുകുന്ന പുഴയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. ആ കുത്തൊഴുക്കിൽപ്പെട്ട് നമ്മളും നമ്മുടെ ശക്തി ക്ഷയിക്കുമ്പോൾ ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തിളച്ചു മറിയുന്ന ലാവയാണ് ഉള്ളിൽ ഉള്ളത് എങ്കിൽ അത് അതിൻ്റെ മാക്സിമത്തിൽ എത്തുമ്പോൾ ലാവ ബഹിർഗമിക്കും. അങ്ങനെ അഗ്നിപർവ്വത സ്ഫോടനമുണ്ടാകും, സർവനാശമായിരിക്കും ഫലം, അല്ലേ? ശേഷം എല്ലാം ശാന്തം. അപ്പം നമ്മൾ ഈ ക്ഷണിച്ചു വരുത്തുന്ന രോഗാവസ്ഥകളുണ്ടല്ലോ, ജീവിത ശൈലി കൊണ്ട് ക്ഷണിച്ചു വരുത്തുന്ന രോഗാവസ്ഥകൾ, അത്തരം രോഗാവസ്ഥകളുടെ ലാവകൾ നമ്മുടെ ഉള്ളിൽ നാം അറിയാതെ തിളച്ചു മറിഞ്ഞ് പുറത്തേക്ക് ഒഴുകാൻ, ചിലപ്പോൾ പുറത്തേക്ക് ഒഴുകാം, അല്ലെങ്കിൽ അകത്തേക്ക് തന്നെ ഒഴുകാം, അല്ലേ? സ്ട്രോക്കിൻ്റെ രൂപത്തിലൊക്കെ തലച്ചോറിലെ നെർവ്സൊക്കെ പൊട്ടി അകത്തേക്ക് തന്നെ ബ്ലീഡിങ് ആവാം. അത് കഴിഞ്ഞ് എല്ലാം ശാന്തം, മരണം. എല്ലാവരും മരിക്കണമെന്നില്ല. ചിലപ്പോൾ തളർന്ന് വർഷങ്ങളോളം കിടന്നേക്കാം. അങ്ങനെ കിടന്നിട്ടും കാര്യമില്ലല്ലോ. അത് ആ കിടക്കുന്നവർക്കും നോക്കുന്നവർക്കും എല്ലാം ബുദ്ധിമുട്ടായി മാറുകയല്ലേ ഉള്ളൂ. അതോടെ ഒരു കുടുംബത്തിലെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും, അല്ലേ? അങ്ങനെ വരുമ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ കിട്ടിയ അവസരം, ഭാഗ്യം പരമാവധി പ്രയോജനപ്പെടുത്തി അവനവൻ്റെ ജീവിതത്തെ സുന്ദരമാക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ആരോഗ്യം ശ്രദ്ധിക്കണം. കൊച്ചു കൊച്ചു നന്മകൾ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളിൽ അത് ചെയ്യണം. മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ സന്തോഷത്തോടെ പ്രയോജനപ്പെടുത്തണം. അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിനെങ്കിലും മോക്ഷം ലഭിക്കും. അപ്പോൾ ആദി പിതാവായ ആദം തന്നെ ആലോചനയില്ലാതെ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഭൂമിയിലെ മനുഷ്യവർഗം മുഴുവനും കഷ്ടപ്പെടുന്നത് എന്നാണല്ലോ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക.
ആലോചനയില്ലാതെ ആദം ഒരു തെറ്റ് ചെയ്തു. അതിൻ്റെ ഫലമായി ആദം പർദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ആ ആദത്തിൻ്റെ പിൻഗാമികളായ നാം എല്ലാവരും ഇപ്പോൾ ജീവിക്കാൻ കഷ്ടപ്പെടുകയാണല്ലേ, നെട്ടോട്ടം ഓടുകയാണല്ലേ. അപ്പോൾ ആദി പിതാവായ ആദത്തിൽ തുടങ്ങിയ ആ ആലോചനയില്ലാത്ത പ്രവൃത്തിയുടെ തിക്തഫലം നമ്മൾ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ അല്പം ആലോചനയോടെ നീങ്ങാം. അപ്പോൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാം, സന്തോഷം കാത്തു സൂക്ഷിക്കാം. നമുക്ക് ദൈവമിട്ട അത്രയും കാലം ആയുസ് ഈ ഭൂമിയിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ പരിശ്രമിക്കാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ പരമാവധി പേർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. ഇനി മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ ബൈ.